ക്ലീറ്റസ് ചേട്ടൻ ഇവിടെ അല്ലേ? അതെ. ക്ലീറ്റ് ഇവിടെ ഇല്ലല്ലോ. ക്ലീറ്റസ് ചേട്ടൻ ഭാര്യയാണോ? അതെ. ആ ക്ലീറ്റസ് ചേട്ടൻ എൻ്റെ കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് കൊടുക്കുകയാണല്ലോ അതിന്റെ ഒരു പതിവും രീതികളൊക്കെ. ചേട്ടൻ KCB ആണല്ലേ? ക്ലീറ്റസ് ചേട്ടൻ കാശ് തന്നില്ലെങ്കിലും ചേട്ടൻ തരുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ ചേച്ചിക്ക് നല്ല തയ്യലൊക്കെ ഉണ്ടല്ലേ? കുഴപ്പമില്ല. പിന്നെ അമ്മയുടെ പെൻഷൻ കാശ് എല്ലാം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത്. എങ്ങനെയാലും കാശ് തിരിച്ചിട്ടെന്നാ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്ര രൂപ? 10,000 രൂപയാ, ആഴ്ച രൂപ. അതെ. എന്തായാലും ക്ലീറ്റ് എവിടെ ഇല്ല, അപ്പൊ പിന്നെ വന്നാൽ മതി. അത് സാരമില്ല, ഞാൻ കാശ് ചേച്ചിയുടെ കയ്യിൽ തരാം. അല്ല വേണ്ട, അതാണല്ലോ സേഫ്. അല്ല അത് സേഫ് ആയിരിക്കും, പക്ഷെ എന്തായാലും അത് പരിപാടി വേണ്ട നമുക്ക് അങ്ങനെ. അതുമായിട്ട് എന്താ ഒരു കാര്യം ഞാൻ പറയാം, കാശ് കൊടുക്കുകയോ വാങ്ങുക അതൊക്കെ പുറത്തു വെച്ച് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമല്ല. ഈ പൈസ വെച്ച് ഇങ്ങോട്ട് വരരുത്. പുള്ളിക്കാരൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? ഒന്നുമില്ല പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം, കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. ഈ പൈസ കൊടുക്കുമ്പോഴേ ആളും തരമൊക്കെ നോക്കി എല്ലാം അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. പിന്നെ വെറുതെ ഇതിന് വല്ല പൊല്ലാപ്പ് എടുത്ത് വയ്ക്കണ്ട. വാടേ എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് നിന്റെ ഉദ്ദേശം? എന്ത്? എനിക്ക് കാശ് തരാന്ന് പറഞ്ഞ ആളിനോട് തരണ്ടെന്ന് പറയാൻ നിനക്ക് എന്താണ് കാര്യം? നിനക്ക് കാശ് തരേണ്ടത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വെച്ച് ഈ വീട്ടിൽ വെച്ച് തരാൻ പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട് എനിക്ക് അവകാശപ്പെട്ട വീട്. ഞാൻ ഇവിടെ വെച്ച് പലതും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരടാ? ആരുമില്ല. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഇല്ലെന്നായിരുന്നോളൂ ഞാൻ. നീ ഉത്തരവാദിത്തം ഏക്കണ്ടേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞാ ഉത്തരവാദിത്തം ഏക്കാൻ? പറഞ്ഞു. അവൻ വന്ന് പറഞ്ഞു ക്ലീറ്റോ തന്നില്ലെങ്കിൽ അളിയൻ തന്നോളൂന്ന് അളിയൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഭാര്യയ്ക്ക് നല്ല തയ്യലുണ്ട്, അമ്മാവിയുടെ പെൻഷൻ കിട്ടും. എടാ നാണം ഉണ്ടോടാ നിനക്ക്?